തോഹാമാടായി ആമുഖത്തിന് ശേഷം നേരിട്ട് പുസ്തകത്തിലോട്ട് കടക്കുകയാണ്. അലോഷ്യസിൻ്റെ വീട്ടിലേക്ക് 2005 സെപ്റ്റംബർ 1-ാം തീയതി വൈകിട്ട് അലോഷ്യസ് പതിവിലും കൂടുതലായി മദ്യപിച്ചു വീട്ടിലേക്ക് വരികയായിരുന്നു. വഴിക്കുവെച്ച് അലോഷ്യസ് ഛർദ്ദിച്ച് ബോധം കെട്ടു വീണു. ഒരു കാട്ടുമൂലയിലാണ് അലോഷ്യസിൻ്റെ വീട്. അലോഷ്യസിൻ്റെ ഛർദി അതുവഴി വന്ന നായ്ക്കൾ രുചിച്ചു നോക്കി. പിന്നെ അലോഷ്യസിൻ്റെ ചുണ്ടും നാവും മൂക്കും ചെവിയും ഛർദിയോടൊപ്പം നായ്ക്കൾ അകത്താക്കി. അവശനിലയിലായ അലോഷ്യസിനെ നാട്ടുകാർ പരിയാരം മെഡിക്കൽ കോളേജിലാക്കി. ലോകത്താദ്യമായിട്ടാണ് മദ്യപിച്ചു വീണ ഒരാളുടെ ഛർദി നക്കാൻ നായ്ക്കൾ മുഖം നഷ്ടപ്പെടുത്തുന്നത്. മുഖം നഷ്ടപ്പെട്ട അലോഷ്യസിൻ്റെ പിൽക്കാല ജീവിതം എങ്ങനെയാണ്? ആ സംഭവത്തിൻ്റെ 4-ാം വാർഷികത്തിൽ അലോഷ്യസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കടുത്ത യാഥാർത്ഥ്യങ്ങൾക്കിടയിലും ജീവിതത്തെ അഭിമുഖീകരിച്ച് ദുരിതപർവങ്ങൾ നീന്തിക്കേറാൻ ശ്രമിക്കുന്ന അലോഷ്യസിനെയാണ് ഞാൻ കണ്ടത്. വല്ലാത്തൊരു അന്തർമുഖതയോടെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാതെ വീട്ടിലെ ഇരുട്ടുമുറിയിൽ ജീവിക്കുകയായിരുന്ന അലോഷ്യസിനെ വീണ്ടും വീട്ടിനു പുറത്തെത്തിക്കാൻ കൈത്താങ്ങു നൽകിയ ജോസഫേട്ടൻ ഒപ്പമുണ്ടായിരുന്നു. അലോഷ്യസിൻ്റെ നല്ല അയൽക്കാരനാണ് ജോസഫേട്ടൻ. ബൈബിളിലുള്ള നല്ല ശമരിയക്കാരൻ്റെ എല്ലാ സ്വഭാവങ്ങളും ജോസഫേട്ടനിൽ കാണാൻ കഴിഞ്ഞു. വിജനം